വെൽക്കം ബാക്ക് ടു ലക്കീസ് വേൾഡ്. ലക്കീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ മെൽബൺ ട്രിപ്പിൻ്റെ ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. ഡേ 1 കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന വർണ്ണാമ്പുൾ എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ആദ്യം പോയത് 12 അപ്പോസിൽസ് കാണാനാണ്. 12 അപ്പോസിൽസ് ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം കണ്ട ഒരു കൗതുകപരമായ കാഴ്ച എന്തെന്നാൽ ഈ ഹെലികോപ്റ്റർ തന്നെയാണ്. ആദ്യമായാണ് ഹെലികോപ്റ്റർ പറന്നു പൊങ്ങുന്നത് ഇത്ര അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത്. ഈ 12 അപ്പോസിൽസിൻ്റെ കാഴ്ചകൾ മുഴുവൻ ആകാശത്ത് നിന്ന് സൈറ്റ് സീയിങ് ആഗ്രഹിക്കുന്നവർക്ക് ഹെലികോപ്റ്റർ റൈഡ് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഈ സീനിക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എയറോപ്ലെയിൻ വേണോ ഹെലികോപ്റ്റർ വേണോ എന്ന് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. അതിൻ്റെ റേറ്റ് ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഹെലികോപ്റ്റർ റൈഡ് അടുത്ത തവണത്തേക്ക് മാറ്റിവെച്ചു. ബാക്കിയുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ പയ്യെ നീങ്ങി തുടങ്ങി. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു അമേസിംഗ് വ്യൂവിലോട്ട് എത്തിയിരിക്കുന്നു. ഇതാണ് 12 അപ്പോസിൽസ്. 12 അപ്പോസിൽസ് ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദി ടോപ്പ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. കൂടാതെ വൺ ഓഫ് ദി നാച്ചുറൽ വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് എന്നും നമുക്കിതിനെ സവിശേഷിപ്പിക്കാം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പല ബോളിവുഡ് മൂവീസിലും സീൻസിലും കാണുന്ന ഒരു ഐക്കോണിക് ഇമേജ് ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് പോർട്ട് ക്യാമ്പൽ നാഷണൽ പാർക്കിലാണ്. നമ്മൾ ഈ കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ടുള്ള ക്ലിഫുകളാണ്. ഇറോഷനിലൂടെയാണ് ഈ 12 അപ്പോസിൽസ് രൂപപ്പെട്ടത്. 12 എണ്ണം ഉണ്ടായിരുന്നെങ്കിലും അതിൽ 8 എണ്ണം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഓരോ ക്ലിഫുകളും ഏകദേശം 150 അടിയോളം ഉയരമുള്ളതാണ്. 2005 അവസാനത്തേതായ 8ാമത്തെ അപ്പോസിൽസ് ഡിസ്ട്രോയ് ആയിട്ടുള്ളത്. ഈ നാച്ചുറൽ ലാൻഡ്മാർക്ക് കാണാനായിട്ട് ഓരോ ഇയറും 2 മില്യൺ വിസിറ്റേഴ്സാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ 3ാമത്തെ മോസ്റ്റ് പോപ്പുലർ നാച്ചുറൽ സൈറ്റ് ഇൻ ഓസ്ട്രേലിയ എന്ന് അറിയപ്പെടുന്നത്. ഇത് ശരിക്കും ഇന്ത്യൻ ഓഷ്യൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കൂടാതെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് ഇവിടുത്തെ ഓഷ്യൻ വാട്ടറിന് തണുപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്റാർട്ടിക്കയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏരിയ ആണ്. അവിടുത്തെ ഓഷ്യൻ കാഴ്ചകളും കണ്ട് ഞങ്ങൾ അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് പോയി തുടങ്ങി. ഓരോ വ്യൂസ് കാണുമ്പോഴും നമുക്ക് തോന്നും നേരത്തെ കണ്ടതിൽ നിന്ന് ഇച്ചിരി കൂടി നല്ലതാണ് ഇതെന്ന് തോന്നും. കാരണം അതുപോലത്തെ അമേസിങ് വ്യൂസ് ആയിരുന്നെല്ലാം. ലക്കിമോനും ഞാനും കൂടി ഈ ഇറങ്ങുന്നത് 1-2 പടികളല്ല, 144 പടി ഇറങ്ങി നമ്മൾ ചെന്നിരിക്കുന്ന അടുത്ത വ്യൂ പോയിൻ്റാണ് ദ ഗ്രോട്ടോ. ദ സിങ് ഹോൾ ജിയോളജിക്കൽ ഫോർമേഷൻ എന്നാണ് ഈ ഗ്രോട്ടോ അറിയപ്പെടുന്നത്. കൂടാതെ ഇതും ഒരു മേജർ അട്രാക്ഷൻ പോയിന്റ് തന്നെയാണ്. ഈ 144 പടികൾ ഇറങ്ങി നമ്മൾ വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു കുഞ്ഞു പോണ്ടും അതിനപ്പുറം ഓഷ്യനും. കൂടാതെ ഈ പോണ്ടിൽ നമുക്ക് ഈ ഓഷ്യൻ വേവ്സിൻ്റെ റിഫ്ലക്ഷനും കാണാൻ പറ്റും. ഏറ്റവും വലിയ കാര്യം അതൊന്നുമല്ല, ഇതൊരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ് നമുക്ക് ഫോട്ടോസിന് പറ്റി, അഥവാ ഒരു സെൽഫി സ്പോട്ട് എന്ന് തന്നെ നമുക്കിതിനെ പറയാം. ഞങ്ങളും എടുത്ത് കുറേ ഫോട്ടോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.